ഓഡ്സാർ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. നമ്മുടെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് പ്ലേസ് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഡിനൽസ് മിൻറ്റ് ചെയ്യാനും പിന്നെ അത് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണിത്. ഓർഡിനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിനിൽ തന്നെ NFTസിനെയാണ് ഓർഡിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസാണ്, ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസാണ്. ഓർഡിനൽസ് വന്നപ്പോൾ തൊട്ടുള്ളതാണ്. ഓഡ്സാർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഓഡ്സാർ പാസ് ഉണ്ട്, ഓർഡിനൽസ് ലീഗസി ഉണ്ട്. അങ്ങനെ 2 കളക്ഷൻസാണ് ഇവർക്കുള്ളത്. ഓഡ്സാർ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2100 ഇൻക്രിപ്ഷൻസ് ഉള്ളൂ, അതായത് 2100 എണ്ണം ഉള്ളൂ. ഓർഡിനൽസ് ലീഗസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഉണ്ട്, അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് നമ്പർ ഉണ്ട്. ഫ്രീ ആയിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് അത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. ഒരു 1 ലക്ഷം കണ്ടുണ്ട്, 1 ലക്ഷം ഇൻക്രിപ്ഷൻസ് കണ്ടുണ്ട്. അത് ബിറ്റ്കോയിൻ്റെ ലീഗസി സാറ്റ്സിൽ മിൻറ്റ് ചെയ്തതാണ്. ലീഗസി സാറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സതോഷിൻ്റെ ആ സമയത്ത് ആ ഒരു ടൈം സ്റ്റാമ്പിൽ മിൻറ്റ് ചെയ്തതാണ് ഈ ഒരു ഓർഡിനൽസ് ലീഗസി. അപ്പോൾ ഈ 2 പാസുകളാണ് ഇവരുടെ, ഈ 2 ഓർഡിനൽസാണ് ഇവരുടെ കീഴിൽ വന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ തന്നെ ഓഡ്സാറിൻ്റെ തന്നെ ടോക്കൺ വന്നിട്ട് ZAAR ടോക്കൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ZAAR ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് gateio വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതല്ലാണ്ട് ഇതിൽ ഈ ഓഡ്സാറിൻ്റെ ഉള്ളിൽ സോഷ്യൽ ഫൈ വേർഷൻ 2 വന്നിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കുറേ ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ZAAR എയർ ഡ്രോപ്പ് നെക്സ്റ്റ് ടൈമിൽ കിട്ടും, അതായത് അടുത്ത വേർഷൻ 2 കഴിയുമ്പോൾ കിട്ടും. പിന്നെ ഈ ഓഡ്സാർ പാസും ഓഡ്സാർ ലീഗസിയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഷെയറും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ വേറെ ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് gate.ioയിൽ ഈ ഒരു ഓഡ്സാറിൻ്റെ ZAAR ടോക്കണിൻ്റെ ഒരു എയർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. അത് 50-50 ചാൻസ് പോലെയാണ്. 50-50 ചാൻസ് അല്ലാതെ ഒരു ലോട്ടറി പോലെയാണ്. നറുക്കെടുപ്പിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എൻജോയ് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഓഡ്സാറിൻ്റെ ഇതാണ് ട്വിറ്റർ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഫോളോവേഴ്സുകളാണ്. 2023 വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഞ്ചിങ് ZAAR ദ ഫസ്റ്റ് എവർ സോഷ്യൽ ഫൈ പവേർഡ് റൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിനിൽ വന്നൊരു ടോക്കൺ പ്രോട്ടോക്കോളാണ്. ടോക്കൺ പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ ബിറ്റ്കോയിനിൽ റൂൺസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രോട്ടോക്കോളിൽ ബില്ല് ചെയ്താണ് ടോക്കൺ. അതായത് നമ്മൾ മറ്റേതിൽ ടോക്കൺ എന്ന് പറയുന്ന കൂട്ടി ഇതിൽ റൂൺ. പിന്നെ BRC20 എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളായിരുന്നു നേരത്തെ ഈ ബിറ്റ്കോയിനിലെ ടോക്കൺസിന് ഉണ്ടായിരുന്നത്. പിന്നെ റൂൺ എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ റൂൺ പ്രോട്ടോക്കോൾ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്താണ് ടോക്കണാണ് ZAAR എന്ന് പറഞ്ഞ ടോക്കൺ. അത് ഇവരുടെ ടോക്കണാണ്. ദ ഫസ്റ്റ് എവർ സോഷ്യൽ ഫൈ പവേർഡ് ബൈ ഓഡ്സാർ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോണത് ഇത് മെയിനായിട്ട് ലോഞ്ച് പാഡാണ്, പെർമിഷൻലെസ് ലോഞ്ച് പാഡാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവരുടെ കളക്ഷൻസ് മിൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓഡ്സാർ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ട്രേഡിങ് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ നോക്കാൻ പോണത് നമ്മൾ സോഷ്യൽ ഫൈയും അതൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് gate.ioയിലെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ആ എയർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ gate.ioയിലെ ജോയിൻ ചെയ്യാനുള്ള സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഇട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. KYC കംപ്ലീറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം ബാക്കി സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് gate.io കിട്ടണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ gate.io കിട്ടണ്ടായില്ല നേരത്തെ. അപ്പോൾ എനിക്കും നേരത്തെ കിട്ടണ്ടായില്ല, പക്ഷേ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് VPN യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കിട്ടണ്ടോ എന്നുള്ളത്. അപ്പോൾ gate.io നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് KYC കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾ ബൈനാൻസ് പോലത്തെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു 10 USDT ഷെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫ്രീ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ എയർ ഡ്രോപ്പിൻ്റെ ആ ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് സെല്ല് ചെയ്തിട്ട് ക്യാഷ് ആക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു 10 USDT നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഇടാം. ഞാനിപ്പോൾ 12 ഇട്ടുണ്ടെന്നുള്ളൂ. 10 USDT നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ബൈനാൻസിൽ നിന്നോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇടാം. ജസ്റ്റ് ഇതിൽ ഡെപ്പോസിറ്റ് അടിച്ചിട്ട് USDT കൊടുത്തിട്ട്
നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതും BEP20 നെറ്റ്വർക്ക് വഴി, അതായത് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ BSC നെറ്റ്വർക്ക് വഴിയാണ് നിങ്ങൾ സെൻഡ് ചെയ്യണമെങ്കിൽ, അവിടെ നിന്നും സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 0 ആണ് ട്രാൻസാക്ഷൻ ഫീസ് ബൈനാൻസിൽ വരുള്ളൂ. ഇപ്പോൾ ഞാൻ ഗേറ്റോ.io ആണ്, ഇനി ഞാൻ ബൈനാൻസ് എടുത്ത് കാണിച്ചില്ല. അപ്പോൾ ബൈനാൻസിൽ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ USDT പർച്ചേസ് ചെയ്തതിന് ശേഷം വിഡ്രോ അടിക്കുക. വിഡ്രോ അടിച്ചിട്ട് ഇവിടെ നിങ്ങൾ വിഡ്രോയിൽ പോവുക. വിഡ്രോയിൽ പോയിട്ട് നിങ്ങൾ USDT അടിക്കുക. USDT അടിച്ചതിന് ശേഷം സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നെറ്റ്വർക്കിൽ നിങ്ങൾ BNB സ്മാർട്ട് ചെയിൻ BEP20 കൊടുക്കുക. അപ്പോൾ അത് മിനിമം 10 വേണം, പക്ഷേ നമുക്ക് ഫീസ് ഒന്നും ആകില്ല. അപ്പോൾ 0 ഫീസാണ്, കണ്ടോ, 0 USDT ആണ് ഫീസ്. എന്നിട്ട് നിങ്ങൾ ഇതിൽ മാക്സ് കൊടുക്കുക. മാക്സ് കൊടുത്തതിന് ശേഷം ഇവിടെ അഡ്രസ്സിൻ്റെ ഇവിടെ ഗേറ്റോ.ioയിൽ വന്നിട്ട് അതിൽ ഡെപ്പോസിറ്റ് അടിച്ചിട്ട് ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് അടിച്ചിട്ട് USDT സെർച്ച് ചെയ്യുക. USDT സെർച്ച് ചെയ്തിട്ട് ഇവിടെ USDT ടെതർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്കിൽ BNB സ്മാർട്ട് ചെയിൻ BSC കൊടുക്കുക. എന്നിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇപ്പുറം കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വിഡ്രോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും, ഒറ്റ ഫീസും ഇല്ലാണ്ട്. അപ്പോൾ മിനിമം 10 വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫുള്ള് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലിട്ട് കിട്ടും. അതിൽ ഒരു ട്രേഡിംഗ് ഫീസും വിഡ്രോവൽ ഫീസും ഒന്നും വരില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഈ ഹോമിൽ പോയിട്ട് സ്റ്റാർട്ടപ്പിൽ പോവുക. സ്റ്റാർട്ടപ്പിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഗേറ്റോ.io കിട്ടണമെങ്കിൽ VPNൽ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ടപ്പിൽ പോയി കഴിയുമ്പോൾ ഇവിടെ കുറേ സ്റ്റാർട്ടപ്പുകൾ ഇങ്ങനെ എയർ ഡ്രോപ്പുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ ദ ഓഡ്സാർ റൂൺസ് സാർ, ഇതാണ് അവരുടെ എയർ ഡ്രോപ്പ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ആ ഒരു ട്വിറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തിരി താഴ്ത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അടാ, $1,00,000 എയർ ഡ്രോപ്പാണ്. $1,00,000 എയർ ഡ്രോപ്പാണ്. എല്ലാ യൂസേഴ്സിനുള്ളതാണ്. എല്ലാ KYC കംപ്ലീറ്റ് ചെയ്ത യൂസേഴ്സിനും $10 ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. $1,00,000 എയർ ഡ്രോപ്പാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചാൽ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ക്ലെയിം അടിച്ചുകൊണ്ടാണ് പെൻഡിങ് എന്ന് കാണിച്ചത്. ഇത് നാളെയാണ് റിസൾട്ട് വരുള്ളൂ. 12 അവർ കഴിയുമ്പോഴാണ് റിസൾട്ട് വരുള്ളൂ. ഇതിവിടെ ക്ലെയിം എയർ ഡ്രോപ്പ് അടിക്കുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത് ചീംസിൻ്റെ എന്നുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓഡ്സാറിൻ്റെ ആണ്. ഓഡ്സാറിൻ്റെ ക്ലെയിം ക്ലിക്ക് ചെയ്യാം. ക്ലെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഹോൾഡ് GT ആൻഡ് ക്ലെയിം ഫ്രീ എന്നുള്ളതിന് പകരം അവിടെ ക്ലെയിം ഫ്രീ എന്നായിരിക്കും കാണിച്ചത്. അപ്പോൾ പക്ഷേ മിനിമം $10 ഹോൾഡിംഗ് വേണമെന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ $10 ഓൾറെഡി ഇട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ I agree അടിച്ചിട്ട് കൺഫേം അടിക്കുക. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ആവും. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ആവും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 അവർ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എയർ ഡ്രോപ്പ് ഒരു ഷെയർ കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം വാല്യൂ ഉണ്ടാവേണ്ടതാണ്. ഇവിടെ കണ്ടോ, ഓൾറെഡി 28,811 പേര് അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അടുത്ത എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ എയർ ഡ്രോപ്പുകൾ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഉള്ളിൽ വണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഓഡ്സാർ റൂൺസ് നിങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് SocialFi V2നെ കുറിച്ചിട്ടായിരിക്കും. SocialFi V1ൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുവഴി എനിക്ക് കുറച്ച് സാറിൻ്റെ അലോക്കേഷൻ കിട്ടിയിരുന്നു, സാർ റൂണിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് V1 മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് V2ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ V2ൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.